ഹായ് ഓൾ IOQM 2025 സെറ്റ് 1 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ഹൗ മെനി നമ്പേഴ്സ് n ഇൻ ദി സെറ്റ് 1 to 37 ഉള്ള സെറ്റ് ഉണ്ട് ആൻഡ് ക്യാൻ വി സ്പ്ലിറ്റ് ദ 2n നമ്പേഴ്സ് 1 2 എക്സെട്ര അപ് ടു 2n into n pairs ai, bi such that 1 less than or equal to I less than or equal to n such that ഈ ഒരു 1 to n ai plus bi എന്നുള്ള ആ ഒരു പ്രോഡക്റ്റ് ഒരു സ്ക്വയർ ആവണം, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവണം. അതായത് ഈ ഒരു 1 to 37 ഉള്ള സെറ്റ് ഉണ്ട്. ആ സെറ്റിൽ നിന്ന് നമ്മൾ 2n നമ്പേഴ്സ് എടുക്കണം. 2n നമ്പേഴ്സ് എടുത്തിട്ട് അതിനെയൊക്കെ നമ്മൾ പെയർ ചെയ്യണം. ഓക്കെ, പെയർ ചെയ്യണം. എങ്ങനെ? ai, bi. എന്നിട്ട് ആ പെയർ ചെയ്തിട്ട് ആ പെയേഴ്സിലെ ഉള്ളിലുള്ള എയും ബി ഐയും ആഡ് ചെയ്തിട്ട് അങ്ങനത്തെ ആ പെയേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുക? അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുക. അങ്ങനെ പ്രൊഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറയുകയാണ് n ഈക്വൽ ടു ഞാൻ 1 എന്ന് എടുത്താൽ നമുക്ക് പറയാൻ പറ്റും n 1 എടുക്കുമ്പോൾ നമ്മൾ 2n നമ്പേഴ്സിനെ ഈ സെറ്റിൽ നിന്ന് എടുക്കണം. ഓക്കെ, 2n നമ്പേഴ്സിനെ ആ സെറ്റിൽ നിന്ന് എടുക്കുക പറഞ്ഞാൽ 2 നമ്പേഴ്സ് 2 into 1 എന്ന് പറയുമ്പോൾ 2 നമ്പേഴ്സ് ആ സെറ്റിൽ നിന്ന് എടുക്കണം. അതായത് 1,2 എന്നുള്ള 2 നമ്പേഴ്സ് ആ സെറ്റിൽ നിന്ന് എടുക്കണം. എന്നിട്ട് അതിനെന്താക്കണം? പെയർ ചെയ്യണം. ഇപ്പോൾ ഈ 1,2 2 നമ്പേഴ്സ് മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് ഒറ്റ പെയർ ഉണ്ടാവുള്ളൂ. 1 2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒറ്റ പെയർ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ n 2 ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിലോ, n 2 ആണ് കൊടുക്കുന്നതെങ്കിൽ ആ സെറ്റിൽ നിന്ന് 4 നമ്പേഴ്സ് ഞാൻ എടുക്കണം. ഓക്കെ, 1 2 3 4 വരെയുള്ള നമ്പേഴ്സ് എടുക്കണം. എന്നിട്ട് ഇതിനെ പെയർ ചെയ്യണം. ഓക്കെ, ഈ 1 to 4 ആണെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ പെയർ ചെയ്യാൻ പറ്റും? 1,2 അല്ലെങ്കിൽ 3,4. ഓക്കെ, ഇവിടെ 2 പെയർ ഉണ്ടാകാൻ പറ്റുള്ളൂ. കാരണം എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇൻറ്റു n പേയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 1 to 2n വരെയുള്ള നമ്പറിനെ n പേയേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ n ഈക്വൽ 1 ആയതുകൊണ്ട് ഇവിടെ 1 പെയർ, ഇവിടെ n ഈക്വൽ 2 ആയതുകൊണ്ട് ഇവിടെ 2 പേയേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ മാത്രമാണ് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുക. അല്ലല്ലോ, ഇവിടെ വേണമെങ്കിൽ എനിക്ക് 1,3 ആൻഡ് 2,4 ഇങ്ങനെയും പെയർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 1,4 അല്ലാന്നുണ്ടെങ്കിൽ 2,3 ഇങ്ങനെയൊക്കെ എനിക്ക് പെയർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഏതെങ്കിലും പെയർ എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ വാല്യൂ എന്ത് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ഈ ഫസ്റ്റ് 1 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1 + 2 ചെയ്യും, വിച്ച് ഈസ് 3. ഓക്കെ, വിച്ച് ഈസ് 3. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ n 2 ആവുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ 1 2 1 + 2 ചെയ്യുമ്പോൾ 3 കിട്ടും. 3 into 3 + 4 നമ്മൾ ചെയ്യുമ്പോൾ 7 കിട്ടും. ഓക്കെ, 3 into 7 21 എന്ന് കിട്ടും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പെയറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 1 3 ആണ് ഫസ്റ്റ് ഉള്ളത്. അപ്പോൾ 1 + 3 4 കിട്ടും. 4 into 2,4 ആണുള്ളത്. 2 + 4 6 കിട്ടും. 4 into 6 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 24 കിട്ടും. ഓക്കെ, തേർഡ് പെയർ എന്താണ്? 1 + 4 5 into 2 + 3 5 which is equal to 25. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു തേർഡ് പെയർ ഇങ്ങനെ നമ്മൾ പെയർ ചെയ്യുമ്പോൾ ഈ 1 2 3 4 എന്നുള്ള നമ്പേഴ്സിനെ ഇങ്ങനെ നമ്മൾ പെയർ ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ n ഈക്വൽ ടു 2 ആകുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് പെയർ ചെയ്തിട്ട്. അതേപോലെ നമ്മൾ n ന് 3 കൊടുത്തിട്ടും 4 കൊടുത്തിട്ടും നമുക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിൽ എത്ര നമ്പേഴ്സിന് അതേപോലെ നമുക്ക് പെയർ ചെയ്തിട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റും? അതാണ് ബേസിക്കലി ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ n ന് 1 എന്ന് എടുത്തു. n ഈക്വൽ ടു 1 എന്നെടുത്തു. n ഈക്വൽ ടു 1 ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഏതൊക്കെയായിരിക്കും ആ നമ്പേഴ്സ്? സെറ്റ് എന്ന് പറയുന്നത് 1,2 ആയിരിക്കും. ഓക്കെ, ഇതിനെ നമ്മൾ പെയർ ചെയ്യുക എങ്ങനെയാണ്? 1 2 ഒറ്റ പെയറേ ഉണ്ടാവുള്ളൂ. സോ ദ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ ഈ ഒരു 1,2നെ ഇവിടെ കൊടുക്കുമ്പോൾ എത്രയാണ്? 1,2 കൊടുക്കുമ്പോൾ 1 + 2 ചെയ്യുമ്പോൾ 3 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സെറ്റിൽ ഈ 1 എന്നുള്ള നമ്പർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. n ഈക്വൽ ടു 1 ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? n 1 കൊടുക്കുമ്പോൾ നമുക്ക് പെയർ ചെയ്താൽ എങ്ങനെയാണെങ്കിലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടില്ല. ഓക്കെ, 1 നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി n ഞാൻ 2 കൊടുക്കുകയാണ്. n 2 കൊടുക്കുമ്പോൾ നമുക്ക് ഏതായിരിക്കും സെറ്റ് എന്ന് നമ്മൾ 2n നമ്പേഴ്സിനെ എടുക്കണം. ഓക്കെ, അപ്പം 1 2 3 4 4 നമ്പേഴ്സിനെ എടുക്കൂ. 4 നമ്പേഴ്സിനെ നമ്മൾ നേരത്തെ കണ്ടു എങ്ങനെ പെയർ ചെയ്താലാണ് നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുക? ഈ 4 നമ്പേഴ്സിൽ 1ഉം 4ഉം പെയർ ചെയ്യണം ആൻഡ് 2ഉം 3ഉം പെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1,4 2,3. 1,4 എന്ന് പറയുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 5 ആണ്. ഇൻറ്റു ഇവിടെയും 5 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 25. 25 എന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഓക്കെ, 25 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സെറ്റിൽ 2 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് n ഈക്വൽ ടു 3 എടുക്കുകയാണ്.
സോറി n 3 അല്ല, n ഞാൻ ഇനി 4 കൊടുക്കുകയാണ്. n ഞാൻ ഇനി 4 കൊടുക്കുകയാണ്. n ഞാൻ 4 കൊടുക്കുമ്പം 2n നമ്പേഴ്സിനെ നമ്മൾ എടുക്കണം. അപ്പോൾ ഏതൊക്കെ എടുക്കണം? 1 2 3 4 5 6 7 8 വരെയുള്ള നമ്പേഴ്സ് ഞാൻ കൺസിഡർ ചെയ്യണം. ഇതിനെ ഞാൻ എങ്ങനെയാലും പെയർ ചെയ്തിട്ട് എനിക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ അവിടെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് പെയർ ചെയ്ത് നോക്കാം. ഇവിടെ 1ഉം 8ഉം പെയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 9 കിട്ടും. അതേപോലെ 2ഉം 7ഉം പെയർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 9 കിട്ടും. ഇതേപോലെ 3ഉം 6ഉം പെയർ ചെയ്യുമ്പോൾ എനിക്ക് 9 കിട്ടും. 4ഉം 5ഉം പെയർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 9 കിട്ടും. സോ ഇതെന്താവും? ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1,8 പെയർ ചെയ്യാം. ഓക്കെ, ഇതേപോലെ 2,7 പെയർ ചെയ്യാം. 3,6 പെയർ ചെയ്യാം. ആൻഡ് 4,5ഉം പെയർ ചെയ്യാം. ഓക്കെ, ഇവിടെ ഇതെങ്ങനെ കിട്ടും? 1 + 8 ചെയ്യുമ്പോൾ 9 ഇൻറ്റു 2 + 7 9 ഇൻറ്റു 3 + 6 9 ഇൻറ്റു 4 + 5 എന്ന് പറയുന്നത് 9. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്താണ്? 9 × 9 × 9 × 9, അതായത് 9⁴. 9⁴ എന്താണ്? എന്തായാലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഈ ഒരു n = 4 കൊടുക്കുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് ഈ 1 2 3 4 5 6 7 8 ഈ ഇത്രയും കാര്യങ്ങൾ എന്താണ്? എ പിയിലാണ്. എ പിയിലാണെങ്കിൽ നമുക്കറിയാം എ പിയിലെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ആഡ് ചെയ്താലും സെക്കൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴും എന്താണ്? നമുക്ക് സെയിം വാല്യൂസ് ആണ് കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ 1ഉം 8ഉം ആഡ് ചെയ്യുമ്പോൾ സെയിം വാല്യൂ കിട്ടും. 2ഉം 7ഉം ആഡ് ചെയ്യുമ്പോൾ സെയിം വാല്യൂ ആണ്. 3ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ സെയിം വാല്യൂസ് ആണ്. ഓക്കെ, അങ്ങനെയാണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ n = ഞാനിവിടെ 6 കൊടുത്താൽ എന്ത് സംഭവിക്കും? 1 to 12 വരെയുള്ള നമ്പേഴ്സ് 1 to 12 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതിൽ 1ഉം 12ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 13 കിട്ടും. 2ഉം 11ഉം ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടും. അതേപോലെ 3ഉം 10ഉം ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടും. അങ്ങനെ ആഡ് ചെയ്ത് പോയിട്ട് നമുക്ക് അതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്നിന് നമ്മൾ ഈവൻ നമ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്കവിടെ ഇതേപോലെ പെയർ ചെയ്ത് നമുക്കൊരു ഈ ഒരു എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അതായത് പെയർ ചെയ്ത് അവിടെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അവിടെ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ n ഈവൻ നമ്പർ ആണെങ്കിൽ എന്താണ്? അവിടെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെറ്റിൽ എല്ലാ ഈവൻ നമ്പേഴ്സിനും എന്താണ്? നമുക്ക് പെയർ ചെയ്തിട്ട് ഈ ഒരു എക്സ്പ്രഷനിൽ കൊടുക്കുമ്പോൾ അവിടെ നിന്നൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈവൻ നമ്പേഴ്സിൻ്റെ കേസൊക്കെ സാറ്റിസ്ഫൈഡ് ആയി. ഇനി നമുക്ക് ഓഡ് നമ്പേഴ്സ് നോക്കാം. ഓഡ് നമ്പേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഞാനിനി ഓഡ് നമ്പേഴ്സിൻ്റെ കേസിൽ n = 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും പെർഫെക്റ്റ് സ്ക്വയർ കിട്ടില്ല എന്ന് നമ്മൾ കണ്ടു. ഇനി n = 3 കൊടുത്ത് നോക്കാം. n = 3 കൊടുത്താൽ നമുക്ക് പറയാൻ പറ്റും ഏതൊക്കെ നമ്പേഴ്സ് എടുക്കണം? 2n നമ്പേഴ്സ് നമ്മൾ എടുക്കണം. അതായത് ആ സെറ്റ് 1 2 3 4 5 6 2n നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2 × 3 6 നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് 1 to 6 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതിനെ നമ്മൾ എങ്ങനെ പെയർ ചെയ്യും? ജസ്റ്റ് ഒന്ന് പെയർ ചെയ്ത് നോക്കാം. അതായത് 1ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. 2ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. 3ഉം 4ഉം ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. എത്ര 7 ഉണ്ട്? 7 × 7 × 7. ഓക്കെ, 7 × 7 × 7 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ. 7³ അല്ലേ നമുക്ക് കിട്ടുന്നത്. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. സോ നമുക്ക് അങ്ങനെ പെയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പെയർ ചെയ്താൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടില്ല. ഇനി ഇങ്ങോട്ട് നോക്കിയേ, 1 and 5നെ ഞാൻ പെയർ ചെയ്തു. ഓക്കെ, 2 and 4നെ ഞാൻ പെയർ ചെയ്തു. 3 and 6നെ ഞാൻ പെയർ ചെയ്തു. ഓക്കെ, 1,5 and 2 and 4 അല്ലേ പറഞ്ഞത്? 2 and 4 again which one is next? 3 and 6 3,6. ഓക്കെ, ഇതിനെ എങ്ങനെ പെയർ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് കിട്ടും 1 + 5 എന്താണ്? 6 ആണ്. ഓക്കെ, 2 + 4 എന്താണ്? 6 ആണ്. 3 + 6 എന്താണ്? 9 ആണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 6 × 6 × 9 = എന്താണ്? =36 × 9. 36 എന്ന് പറയുന്നത് 6² ആണ്. ആൻഡ് 9 എന്ന് പറയുന്നത് 3² ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ n = 3 കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടുന്നുണ്ട്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് ഇതിനെ പെയർ ചെയ്തിട്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി n = 5 കൊടുത്ത് നോക്കാം.
ഓഡ് നമ്പേഴ്സിൻ്റെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. n=5 കൊടുക്കുകയാണെങ്കിൽ നമ്മളവിടെ 10 നമ്പേഴ്സ് കൺസിഡർ ചെയ്യണം. ഓക്കെ, n=5 കൊടുക്കുകയാണെങ്കിൽ 1 to 10 വരെയുള്ള 1 2 3 4 5 6 7 8 9 10 വരെയുള്ള നമ്പേഴ്സ് കൺസിഡർ ചെയ്യണം. ഇങ്ങനെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം 1 to 6. ഓക്കെ, 1 to 6 നമ്മൾ ഓൾറെഡി നമുക്ക് പെയർ ചെയ്തിട്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഫോമിലേക്ക് നമ്മളാക്കി അല്ലേ. 1 to 6 വരെയുള്ള ഇങ്ങനെ നമ്മൾ ഓൾറെഡി പെയർ ചെയ്തിട്ട് നമ്മൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചു. ഇനി എന്താണ് ബാക്കിയുള്ള നമ്പേഴ്സിന് നമുക്ക് എങ്ങനെ പെയർ ചെയ്യാം? ഇവിടെ 7 ഉണ്ട്, 10 ഉണ്ട്. 7 × 10 7 + 10 ചെയ്യുമ്പോൾ 17 കിട്ടും. 8 + 9 ചെയ്യുമ്പോഴും 17 കിട്ടും. അപ്പോൾ ഈ ബാക്കിയുള്ളതിനെ നമുക്ക് എങ്ങനെ പെയർ ചെയ്യാം? 7, 10 പെയർ ചെയ്യാം, 8, 9 പെയർ ചെയ്യാം. ഇവിടെ എന്ത് കിട്ടും? 17 ഇവിടെയും എന്ത് കിട്ടും? 17, വിച്ച് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 17 സ്ക്വയർ ആണ്. ഓക്കെ, ഇതുവരെയുള്ള നമ്പേഴ്സ് ഓൾറെഡി പെർഫെക്റ്റ് സ്ക്വയർ ആണ്, നമ്മൾ പെയർ ചെയ്ത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി. ഇനി ഈ ബാക്കിയുള്ളത് ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ പറ്റും നമ്മൾ കണ്ടു. ഓക്കെ, n=5 കൊടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഇനി ബാക്കിയുള്ള n=7. ഓക്കെ, ഓഡ് നമ്പറിൽ n=7 കൊടുക്കുമ്പോൾ എന്താവും? 14 നമ്പേഴ്സ് ഉണ്ടാവും. 14 നമ്പേഴ്സ് പറഞ്ഞാൽ 1 to 14 ഉണ്ടാവും. അപ്പോൾ 1 to 10 വരെയുള്ളതിനെ നമ്മൾ ഇവിടെ പെയർ ആക്കി കഴിഞ്ഞു. ഇനി ബാക്കി എത്ര? 11 to 14 ഉള്ളതിനെ നമുക്ക് ഇതേപോലെ തന്നെ പെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ പെയർ ചെയ്തിട്ട് അതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും n=3 ആണെങ്കിലും n=5 ആണെങ്കിലും ബാക്കി എല്ലാ ഓഡ് നമ്പേഴ്സിനും, അതായത് n=1 ഒഴികെയുള്ള ബാക്കി എല്ലാ ഓഡ് നമ്പേഴ്സിനും ഇതേപോലെ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നുണ്ട് പറയാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നമുക്ക് n1 മാത്രമേ പറ്റാത്തുള്ളൂ. ബാക്കി 3 ആണെങ്കിൽ 4 ആണെങ്കിൽ 5 ആണെങ്കിൽ അപ് ടു 37 വരെ നമുക്ക് എന്താക്കാൻ പറ്റും? പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റും. ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഫോർ ഹൗ മെനി നമ്പേഴ്സ് n ഇൻ ദ സെറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ 1 ഒഴിച്ചുള്ള ബാക്കി 36 നമ്പേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ എത്രയാണ് വരിക? 36 ആയിരിക്കും വരിക. ഓക്കെ, ഫോർ ഹൗ മെനി നമ്പേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ വിൽ ബി 36.